നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. യുവതിയുടെ ശുചിമുറി ദൃശ്യങ്ങൾ ഒളിക്യാമറയിലൂടെ പകർത്തിയ വീട്ടുടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രാൻസ്ജെൻഡറിന് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും തട്ടിയെടുത്ത യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. എസ്ഐ വേഷത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം കബളിപ്പിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിക്യാമറയുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടന്നുകയറിയ വയോധികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ശുചിമുറി ദൃശ്യങ്ങൾ ഒളിക്യാമറയിലൂടെ പകർത്തിയ വീട്ടുടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്നൌവിലാണ് സംഭവം. വീട് വാടകയ്ക്ക് നൽകിയ ശേഷം യുവതി കുളിക്കുന്ന കുളിമുറിയിൽ വീട്ടുടമസ്ഥൻ ഒളിക്യാമറ വെച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് യുവതിയുടെ പരാതി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ കേസ് കൊടുക്കരുതെന്ന് വീട്ടുടമസ്ഥൻ വാദിച്ചെങ്കിലും കേസുമായി മുന്നോട്ട് പോയ യുവതിയെ ബലാത്സംഗം ചെയ്യുമെന്ന് വീട്ടുടമസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. യുവതിയുടെ കുളിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ച് കുളിക്കുന്ന ദൃശ്യങ്ങൾ ലൈവായി കണ്ടുവന്നിരുന്ന വീട്ടുടമസ്ഥനെതിരെ പോലീസ് കേസ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം. ബഹ്റൈച്ചിൽ നിന്നുള്ള യുവതിയാണ് ദുബഗ്ഗ പോലീസിൽ പരാതി നൽകിയത്. ജൂൺ 24-നാണ് യുവതി കുളിമുറിയിൽ ക്യാമറ കണ്ടെത്തിയത്. ക്യാമറ വൈഫൈയുമായി ബന്ധിപ്പിച്ചിരുന്നു. യുവതി കുളിമുറിയിൽ കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ വീട്ടുടമസ്ഥൻ ലൈവായി കാണുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ക്യാമറ കണ്ടെത്തിയതിന് പിന്നാലെ പിടിക്കപ്പെടാതിരിക്കാൻ മാപ്പപേക്ഷിച്ച വീട്ടുടമസ്ഥൻ തന്റെ അരികിലെത്തിയെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്നായപ്പോൾ ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്യുമെന്നും കുടുംബത്തെ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ദുബഗ്ഗ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ട്രാൻസ്ജെൻഡറിന് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും തട്ടിയെടുത്ത യുവതിക്കെതിരെ പോലീസ് കേസ്. ഇടപ്പഴിഞ്ഞി സ്വദേശിക്കെതിരെയാണ് കൊച്ചി പോലീസ് കേസെടുത്തത്. ട്രാൻസ്ജെൻഡർ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി പുരുഷനായതിനു ശേഷമാണ് ഇടപ്പഴിഞ്ഞി സ്വദേശിയായ യുവതി ഇയാളെ കബളിപ്പിച്ചതെന്നും വഞ്ചിച്ചതെന്നും കേസിൽ പരാമർശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ട്രാൻസ്ജെൻഡറെ വിവാഹ വാഗ്ദാനം നൽകി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പ്രേരിപ്പിച്ച ശേഷം കാലുമാറിയ യുവതിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. പ്രണയം നടിച്ച് അടുത്തുകൂടിയ യുവതിയുടെ വാക്ക് വിശ്വസിച്ച് പുരുഷനായി മാറിയ ട്രാൻസ്ജെൻഡറുടെ പരാതിയിലാണ് നടപടി. സഹോദരിയുടെയും പിതാവിന്റെയും സഹായത്തോടെ യുവതി പലപ്പോഴായി 20 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും 11 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എറണാകുളത്ത് താമസിക്കുന്ന തൃശൂർ മേലൂർ സ്വദേശിയായ ട്രാൻസ്ജെൻഡറാണ് തിരുവനന്തപുരം എടപ്പഴിഞ്ഞി സ്വദേശിയായ യുവതിയുടെ വാക്ക് വിശ്വസിച്ച് ശസ്ത്രക്രിയ നടത്തി പുരുഷനായി മാറിയത്. 22-കാരിയായ യുവതിയും 26 വയസ്സുള്ള ട്രാൻസ്ജെൻഡറും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് 2024 ഏപ്രിൽ സൗഹൃദത്തിലാകുന്നത്. ഇരുവരും കൂടുതൽ അടുത്തതോടെ പുരുഷനായി മാറിയാൽ വിവാഹം കഴിക്കാമെന്ന് യുവതി വാഗ്ദാനം ചെയ്തു. തുടർന്നാണ് ലക്ഷങ്ങൾ ചെലവാക്കി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ഇതിനുശേഷം യുവതി ട്രാൻസ്ജെൻഡറുടെ എറണാകുളത്തെ അപ്പാർട്ട്മെന്റിൽ ഇടയ്ക്കിടെ എത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു. വിവാഹശേഷം യുവതിയുടെ അപ്പച്ചിയുടെ പേരിലുള്ള തിരുവനന്തപുരത്തെ കുടുംബ വീട് ട്രാൻസ്ജെൻഡറുടെ പേരിൽ എഴുതി വെക്കാമെന്ന് വിശ്വസിപ്പിച്ച് 9 ലക്ഷത്തോളം രൂപയും അറ്റകുറ്റപ്പണിക്ക് 1 ലക്ഷം രൂപയും കൈമാറി. യുവതിയുടെ സഹോദരി ചിട്ടിക്ക് ചേർന്ന വകയിൽ മാസത്തവണ അടയ്ക്കാൻ 2,30,000 ഉൾപ്പെടെ 20 ലക്ഷം രൂപയാണ് ഇവർ കൈപ്പറ്റിയത്. ഏറ്റവും ഒടുവിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് മടങ്ങുമ്പോൾ 11 പവന്റെ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കിയാണ് യുവതി മുങ്ങിയത്. കേസിൽ യുവതിയുടെ സഹോദരിയെയും പിതാവിനെയും എറണാകുളം നോർത്ത് പോലീസ് പ്രതി ചേർത്തു. വിസ്മയ ന്യൂസ്, കൊച്ചി. എസ്ഐ വേഷത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം കബളിപ്പിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലാണ് പോലീസിനെ ആകെ നട്ടം തിരിക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്ത ആൾമാറാട്ടം അരങ്ങേറിയത്. 2 വർഷത്തോളം രാജസ്ഥാൻ പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടറായി ആൾമാറാട്ടം നടത്തിയ യുവതി ഒടുവിൽ പിടിയിലായി. മോന ബുഗാലിയ എന്ന മൂളിയാണ് പിടിയിലായത്. പരീക്ഷയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ യുവതി വ്യാജരേഖകളുടെ പിൻബലത്തോടെയാണ് സബ് ഇൻസ്പെക്ടറായി പൊതുസമൂഹത്തിന് മുന്നിൽ തിളങ്ങിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വിരുന്നുകളിലും ചടങ്ങുകളിലും പങ്കെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 വർഷത്തോളം അവർ പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ കബളിപ്പിച്ചു. പിന്നീട് 2023 തട്ടിപ്പ് പുറത്തായപ്പോൾ ഒളിവിൽ പോയി. 2 വർഷങ്ങൾക്ക് ശേഷം രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നാണ് മൂളിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാനിലെ നഗൌർ സ്വദേശിയാണ് മോന. പിതാവ് ട്രക്ക് ഡ്രൈവറാണ്. പോലീസിൽ ജോലിക്ക് കയറുക എന്നത് ഇവരുടെ വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ 2021 യോഗ്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ശേഷം അവർ മൂളി ദേവി എന്ന വ്യാജപ്പേരിൽ രേഖകൾ സൃഷ്ടിച്ച് സബ് ഇൻസ്പെക്ടറായി തെരഞ്ഞെടുത്തതായി അവകാശപ്പെടുന്ന സന്ദേശം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കൂടാതെ യൂണിഫോം അണിഞ്ഞ് കറങ്ങി നടന്നു. ചില പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മോന കയറിക്കൂടി. പലരുമായി സംവദിക്കുകയും ചെയ്തു. അവരെക്കുറിച്ച് ആർക്കും സംശയം തോന്നിയതുമില്ല. പരേഡ് ഗ്രൗണ്ടിൽ യൂണിഫോമിൽ വരികയും സേനയിലെ പുതിയ അംഗങ്ങളുമായി പരിചയം സ്ഥാപിക്കുകയും ചെയ്തു. ചില ട്രെയിനി സബ് ഇൻസ്പെക്ടർമാർ മോനയുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് സംശയം ഉന്നയിച്ചപ്പോഴാണ് കള്ളം പൊളിഞ്ഞത്. പിന്നാലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മോന ഒളിവിൽ പോയത്. അറസ്റ്റിന് പിന്നാലെ മോന താമസിച്ച വാടകമുറിയിൽ പോലീസ് പരിശോധന നടത്തി. 7 ലക്ഷം രൂപയും 3 പ്രത്യേക പോലീസ് യൂണിഫോമുകളും രാജസ്ഥാൻ പോലീസ് അക്കാദമിയിലെ പരീക്ഷാ പേപ്പറുകളും അവിടെ നിന്നും കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഒളിക്യാമറയുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടന്നുകയറിയ വയോധികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്മാർട്ട് കണ്ണട ധരിച്ചെത്തിയ വയോധികനെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കണ്ണടയിൽ ഒളിക്യാമറ ഉള്ള
കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഗുജറാത്ത് സ്വദേശിയാണ് പിടിയിലായത്. ക്യാമറയുള്ള കണ്ണടയുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ച വയോധികൻ പിടിയിലായി. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി സുരേഷായാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇയാൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത്. എന്നാൽ കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ടതോടെ പരിശോധിച്ചു. തുടർന്നാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്. സ്മാർട്ട് ഗ്ലാസ് ആണ് വയോധികൻ ഉപയോഗിച്ചിരുന്നത്. ക്ഷേത്രത്തിനകത്തെ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.